മാളികപ്പുറത്ത് തൊട്ടൊരു കുഞ്ഞ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അന്ന് തൊട്ട് അത്ര സപ്പോർട്ടീവ് അല്ല. അവര് ആ സിനിമ കാരണം അവർക്ക് അത്ര ഇഷ്ടായെന്നില്ല. ഇപ്പൊ ഞാനല്ല ആ സിനിമ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഞാനല്ല അത് റൈറ്റ് ചെയ്തത്. എനിക്ക് തന്ന റോള് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ അത്രയും ചെയ്തു. അതാണ് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റി. എൻ്റെ ഒരു ക്യാരക്ടർ ആൾക്കാരുടെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റി. അതാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഓരോരുത്തർക്കും ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളായിട്ട് അഗ്രി ചെയ്യണമെന്നില്ല. അത് ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ചിരിക്കും. ഇപ്പം എനിക്കെന്താണ് റൈറ്റായിട്ട് തോന്നുന്നതെന്നാണ് ഞാൻ പറയാറുള്ളത്. എനിക്ക് വരുന്ന തോട്ട്സ് അല്ലെങ്കിൽ ഞാൻ എന്ത് കറക്റ്റായിട്ട് തോന്നുന്നു അത് ഞാൻ പറയും. അതിപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ചെയ്യേണ്ടത് അത് തന്നെയാണ്. കാരണം അവർക്ക് വരുന്ന തോട്ട്സ് അവർ കൃത്യമായിട്ട് പറയണം. ആരെയും പേടിച്ച് അത് ഞാൻ പറയൂല, അയ്യോ ഞാൻ പറഞ്ഞാൽ ഇവരെന്ത് പറയും, സൊസൈറ്റി ജഡ്ജ് ചെയ്യും. പക്ഷെ അത് പറഞ്ഞ് നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അന്ന് നമ്മൾ തോന്നുന്ന എല്ലാം പറയാനും പാടില്ല. നമ്മൾ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ ബാക്കിയുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുന്നൊന്നും പറയാൻ പാടില്ല. നമ്മളെക്കുറിച്ച് നമുക്കെന്ന് പറയാനുണ്ടോ അത് ക്ലിയർ ആയിട്ട് പറയുക. ഒരിക്കലും പേടിച്ച് പറയരുത്. കാരണം ആരെന്ത് പറഞ്ഞോട്ടെ, എൻ്റെ പാരൻസ് ഇപ്പോൾ ഞാൻ പറയുന്ന എല്ലാം എൻ്റെ പാരൻസ് അഗ്രി ചെയ്യാറുണ്ട്. കുറേ കാര്യങ്ങൾ അഗ്രി ചെയ്യും. ഇപ്പം ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയും, ദേവു അത് പറഞ്ഞ് ശരിയായിട്ടില്ല, അങ്ങനെ ഇനി ഒരിക്കലും പറയരുത്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യും, അതിനി ഒരിക്കലും പറയരുത്. പക്ഷെ ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞ് എൻ്റെ പാരൻസ് അത് സപ്പോർട്ട് ചെയ്യും. അപ്പം പറയേണ്ട എന്തൊക്കെയാണോ അത് നമ്മൾ കൃത്യമായിട്ട് സ്ഫുടതയോടെ പറയണം. അത് ക്ലിയർ ആയിട്ട് വേണം നമ്മൾ പറയാൻ. ഈ കമന്റിന്റെ ഒന്ന് നേരത്തെ സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, പണ്ടൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് കമന്റ് ചെയ്ത് ഞങ്ങൾ നിന്നെ ഔട്ടാക്കും എന്നുള്ളൊരു മീനിങ്ങിലാണ് ആ കമന്റ് വന്നതെന്ന്. അത്തരം കമന്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഒരു എല്ലാ ഏജിലുള്ളവർക്കും വിഷമം ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ നമ്മൾ ഈ മെന്റാലിറ്റി മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെയുള്ള കമന്റുകൾ നോക്കണ്ടെന്ന് തീരുമാനിക്കുവോ, അല്ലെങ്കിൽ ശരി അതിന്നും കൂടെ ഒരു എനർജി എടുക്കുവോ? ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കമന്റ് ഇട്ട് വീട്ടിൽ കയറ്റും. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു പ്രൊഫഷൻ അല്ല സിനിമ, എൻ്റെ ഒരു പാഷന് പുറകെ. അത് ഞാനിപ്പോൾ ഏൺ ചെയ്യാൻ വേണ്ടിയോ അത് വേറെ രീതിയിൽ കണ്ടിട്ടൊന്നും അല്ല ഞാൻ ചെയ്യാറ്. എനിക്കിഷ്ടമുള്ളൊരു കാര്യം, ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യം, അതിനു വേണ്ടി ഞാൻ എത്രയും ഹാർഡ് വർക്ക് ചെയ്യും. എൻ്റെ പാരൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അവരുടെ സപ്പോർട്ടുള്ള കാലം ഞാൻ ഈ സിനിമ തന്നെ ഉണ്ടാകും. ഞാൻ സിനിമ ചെയ്യും, ഞാൻ പറ്റുന്ന എല്ലാ പ്രോഗ്രാംസിനും പോകും. നല്ല സിനിമ വന്നാൽ ഓരോരുത്തർക്കും പുതിയൊരു നല്ല സിനിമ കൊടുക്കണം. എൻ്റേതായ ഒരു വേറെ രീതിയിലുള്ളൊരു ക്യാരക്ടർ നൽകണം. ഇപ്പോൾ എപ്പോഴും കാണുന്നൊരു ക്യാരക്ടർ അല്ല, പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യണം, പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണം. അത് ഇപ്പോൾ എല്ലാവർക്കും ഇത് മെൻ്റലി ഹേർട്ട് ചെയ്യാൻ നോക്കിയാലും അത് നമ്മൾ മൈൻഡ് ചെയ്യാനൊന്നുമില്ല. കാരണം ഒത്തിരി ആൾക്കാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ സ്നേഹം, അവർക്ക് വേണ്ടി നമ്മൾ പുതിയ സിനിമ ചെയ്യുക. അവരുടെ സ്നേഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ പ്രൊഫഷന് വേണ്ടി ഇനി ഫ്യൂച്ചറിൽ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇരുന്ന് പഠിക്കുന്നത്, ഈ സിനിമയ്ക്ക് പോകുന്നതിനിടയ്ക്കും അതാണ് ഞാൻ സമയം ഉണ്ടാക്കി പഠിക്കുന്നത്. ഇനി പ്രൊഫഷന് നമ്മൾ പോകേണ്ട സമയത്ത് നമുക്കത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്കത് ഉപകാരപ്പെടും. എന്നാൽ പാഷൻ എന്ന് പറയുന്നത് നമ്മൾ അത്രയും എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും നമുക്കതിൻ്റെ ആ റിസൾട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ എത്ര നാൾ സന്തോഷിക്കുന്നോ അത്രയും നാൾ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര എൻജോയ് ചെയ്ത് ചെയ്യുന്നോ നമുക്ക് അത്രയും ബെസ്റ്റ് ഇടാൻ പറ്റും. ഒരാളെ മെന്റലി ഒരിക്കലും തകർത്താൻ പറ്റില്ല. അയാൾക്ക് അത്ര ഇഷ്ടമാണ് അയാൾ ചെയ്യുന്ന കാര്യമെങ്കിൽ. നമുക്ക് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ നമുക്ക് അത് പിന്നെയും ചെയ്യാൻ ഒത്തിരി ഇൻട്രസ്റ്റ് ആകും. നമ്മൾ കുറച്ചും കൂടെ അത് ആലോചിക്കും അതിനെക്കുറിച്ച്. ഞാൻ ഇനി സിനിമയിൽ അഭിനയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെന്തായാലും ഞാൻ അഭിനയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. മലയാള സിനിമയൊക്കെ നിങ്ങൾ സ്കൂളിൽ ഡിസ്കസ് ചെയ്യോ, അങ്ങനെ ഇപ്പം ഇറങ്ങിയ സിനിമകളെ പറ്റിയൊക്കെ? ഇപ്പൊ സിനിമ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോയി സിനിമ കാണാറുള്ളതാണ്. അവരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ അല്ലെങ്കിൽ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സിനിമയൊക്കെ പോയി കാണാറുള്ളതാണ്. അവർ ചോദിക്കും, നിനക്ക് ഈ ആക്ടറിനെ അറിയോ, ഈ ആക്ട്രസിനെ അറിയോ, കൂടെ അഭിനയിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. പിന്നെ എന്താണ് ഈ സിനിമ നല്ല സിനിമയായിരുന്നല്ലേ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? അപ്പം നമ്മൾ പറയും, ഓക്കെ എനിക്ക് ഇന്നത് ഇഷ്ടമായി, ഈ സീനാണ് ഇഷ്ടമായേ. അപ്പം ചിലപ്പോൾ അവരുടെ ഒപ്പീനിയൻ പറയും. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതുപോലെ തന്നെ ഇപ്പൊ ക്ലാസ്സിൽ നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും അറ്റൻഷൻ ഉണ്ടാവുമല്ലോ. എവിടെ ചെന്നാലും ദേവുവിനെ അറിയാം, സ്കൂളിലായാലും ആക്ട്രസ് എന്നുള്ള രീതിയിലും അറിയാം. അപ്പം ആ അറ്റൻഷൻ ഒരു ബുദ്ധിമുട്ടായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? സാധാരണ കുട്ടികളെ പോലെ അല്ലാതെ എന്നെ കാണുന്നു എന്നുള്ള അറ്റൻഷൻ ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ തോന്നുന്നില്ല. കാരണം ഞാൻ സിനിമ തുടങ്ങിയ സമയത്ത് എനിക്ക് ആരെയും തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ അച്ഛനെ ചോദിക്കും, എന്താ ആരും എന്നെ തിരിച്ചറിയത്, ഇത്രയും സിനിമയിൽ അഭിനയിച്ചിട്ട് ആർക്കും എന്നെ അറിയില്ല. പക്ഷെ അപ്പം മാളികപ്പുറം കഴിഞ്ഞിട്ട് അത്ര അറ്റൻഷൻ കിട്ടുന്നു, ആൾക്കാർ എന്നെ അറിയുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം അമ്പലത്തിൽ പോയാലും സ്കൂളിൽ പോയാലും എല്ലാവരും ചോദിക്കും, മാളികപ്പുറത്തിൽ അഭിനയിച്ചല്ലേ ഞങ്ങൾ കണ്ടിരുന്നു. അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്.
ഇപ്പൊ സ്കൂളെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനൊക്കെ അറിയാം, പക്ഷെ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കയറിയാൽ ഞാൻ ഒരു ആക്ട്രസ് അല്ല, ഞാൻ സ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ സ്കൂളിൽ അങ്ങനെ ഓക്കെ ഇവളെ ആക്ട്രസ് ആണ്, ഇവളിങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും അങ്ങനെ ഒന്നും. പക്ഷെ പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ എന്താണ് സിനിമയിൽ അഭിനയിച്ചല്ലേ, നല്ലതായിരുന്നു, അതൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴേ കുട്ടികൾ പറയോ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂ കണ്ടു, അല്ലെങ്കിൽ അവിടെ പോയത് കണ്ടു, അങ്ങനെയൊക്കെ പറയോ? കുറെ ഫ്രണ്ട്സ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് കുറച്ച് ദിവസം മുമ്പ് വിളിച്ചിരുന്നു, എടാ ഞാൻ സിനിമയുടെ റിവ്യൂ ഒക്കെ കണ്ടു, നീ തിയേറ്റർ പ്രൊമോഷൻ ഒക്കെ പോകുന്ന കണ്ടു, സ്കൂളിൽ വരൂലേ, എല്ലാം അറിഞ്ഞു, എല്ലാരും സിനിമ കാണും, അഭിപ്രായം അറിയിക്കും. ഇപ്പൊ ചോദിക്കാറുണ്ട് ഏതൊക്കെ ഇനി അടുത്ത സിനിമ, ആരൊക്കെയാ ഉള്ളേ, എന്തൊക്കെയാ വരാറുള്ളേ, എല്ലാരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. എന്നാൽ നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ കാണുമ്പോൾ ബാക്കി ഉള്ള കാര്യങ്ങളായിട്ട് പോകും. എന്നാലും ഇടയ്ക്കൊക്കെ ചോദിക്കും എന്തൊക്കെയുണ്ട് വിശേഷം, ഇപ്പൊ ഇനി എന്താ മൂവി, ഏതൊക്കെ പ്രോഗ്രാമിന് പോകുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ ചോദിച്ചു പോകാറുണ്ട്. മാളികപ്പുറം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെയാ, കരിയറിലെ വലിയ ബ്രേക്കാണ്, ലൈഫിലെ ബ്രേക്കാണ്. മാളികപ്പുറം കൊണ്ടുണ്ടായ നല്ലതും ചീത്തയും എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും തരുന്ന സ്നേഹം, അറിയുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു, അവർക്ക് കുറച്ചും കൂടെ സ്നേഹമായി, അറിയാത്തവർ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി. അതും ഒത്തിരി വിശിഷ്ട വ്യക്തികളോട് എനിക്ക് സ്റ്റേജ് പങ്കിടാൻ കഴിഞ്ഞു, ഒത്തിരി സീനിയേഴ്സിനെ കാണാൻ പറ്റി, എനിക്ക് പല പല രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി, അവിടെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റി, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കാരണം ബാക്കി സ്നേഹിക്കുന്ന ആൾക്കാരെ വെച്ച് നോക്കിയത് ഭയങ്കര ഒരു കുഞ്ഞ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. പക്ഷെ അവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എന്താണ് സിനിമ ചെയ്ത അന്ന് തൊട്ടാണ് ഇന്ന് വരെ അവർക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിസഗ്രീമെന്റ് പോലെ ആണ് അവർക്കുള്ളത്. പക്ഷെ അതങ്ങനെ മൈൻഡ് ചെയ്യാറില്ല, കാരണം എല്ലാവരും തരുന്ന സ്നേഹമാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ആ സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കുക, അതാണ് മെയിൻ കാര്യം. ഒരു സ്ക്രിപ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് മുമ്പാണെങ്കിൽ പിന്നെ എന്തായാലും കുഞ്ഞു കുട്ടിയായി പറഞ്ഞ പോലെ ഡയലോഗ് പോലെ നമുക്ക് വായിക്കാറ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് അച്ഛനാണോ കേട്ട് കഴിഞ്ഞാൽ മോള് ചോദിക്കുമോ ഇങ്ങനെ എന്തൊക്കെയാണ് ഇതിന്റെ കഥ കാര്യങ്ങളൊക്കെ ചോദിക്കുമോ? സ്ക്രിപ്റ്റ് അച്ഛനും അമ്മയാണ് കേൾക്കാറുള്ളത്. ഇപ്പൊ നമ്മൾ ചെയ്യാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ പറയും, ഇന്ന കാര്യങ്ങളാണ്, ഇതാണ്, ഇങ്ങനെയാണ് സ്റ്റോറി. പക്ഷെ എല്ലാം ചിലപ്പോൾ ഇപ്പോൾ ക്ലൈമാക്സ് പറഞ്ഞു തരണമെന്നില്ല. ഇപ്പൊ മാളികപ്പുറത്തിന് അഭിലാഷൊക്കെ പറഞ്ഞിരുന്നത് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു തരരുത്. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് ഇന്ന സീനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ സുമതി വളവിന്റെ ഞാൻ ആ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ ഞാൻ വേഗം ഓടിച്ചു വായിച്ചിരുന്നു. എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് കാണാനുള്ള അല്ലെങ്കിൽ വായിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ എനിക്ക് വായിച്ചു നോക്കണമെന്ന്. അപ്പോഴും ഞാൻ ഇപ്പൊ ഇങ്ങനത്തെ സീനൊക്കെ ഉണ്ടല്ലേ, ഞാനിതൊന്നും അറിഞ്ഞില്ല, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു. അതും കൃത്യമായിട്ട് ഇപ്പൊ സ്ക്രിപ്റ്റിലുള്ള ആയിരിക്കില്ല നമ്മൾ സിനിമ വരുമ്പോ ഉള്ളത്. കാരണം ഒത്തിരി ചെയ്യുമ്പോൾ അവർ വേറെ ഇതാകും, ഡയലോഗ്സ് മാറും, വേറെ സീൻസ് ഇൻപുട്ട് ചെയ്യും. ചിലപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ അതൊക്കെ കട്ടായി പോകും, വേറെ രീതിയിലായിരിക്കും എഡിറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റിൽ പോയി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷ, ഓക്കെ ഇനി എന്തായിരിക്കും സീൻ, ഈ സീനായിരിക്കുമോ, ഇനിയിപ്പോൾ ഏത് ടൈപ്പ് സീനായിരിക്കും. അപ്പോഴാണ് നമുക്ക് ആ ഒരു പേപ്പർ തരും, ഡയലോഗുള്ള പേപ്പറും എല്ലാ ഇതുള്ള. അപ്പോൾ നമ്മൾ വായിച്ചിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇപ്പം നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ എനിക്ക് ചോദിക്കാം, നമ്മൾ ഇങ്ങനെയാണോ അതോ അങ്ങനെ ഏത് രീതിയിലാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഇപ്പോൾ അഭിലാഷനാണെങ്കിലും വിഷ്ണു ചേട്ടനാണെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അവരത് ആക്ട് ചെയ്തും കാണിച്ചു. അപ്പോൾ അത് ഭയങ്കര നമുക്ക് എന്താണ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ യൂഷ്വലി എൻ്റെ രീതിയിലാണ് വരാറുള്ളത് കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് ചിലപ്പോൾ അവർ പറയും ഇന്ന രീതിയിലാണ്, നമുക്ക് ഈ രീതിയിൽ പിടിച്ചു നോക്കിയാലോ. ഈ ഡയലോഗ്സ് ആകുമ്പോൾ കൂടുതലും ഞാൻ അതിൽ എഴുതി അച്ചട്ട് സാധനമല്ല പറയാറുള്ളത്, സ്വന്തം രീതി എൻ്റെ രീതിയിലാണ് പറയാറുള്ളത്. പക്ഷെ ചില ഡയലോഗ്സ് അവർ പറയും ഇന്ന രീതിയിൽ തന്നെ പറയണം, കാരണം സീൻ അത്ര ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ ആ ഡയലോഗ് ഇങ്ങനെ വന്നാലേ ഇമ്പാക്റ്റ് വരുള്ളൂ. അപ്പം നമ്മളത് കൃത്യമായിട്ട് ഓക്കെ അത് തന്നെ അങ്ങനെ തന്നെ നമ്മൾ പറയണം, എന്നാൽ അത് പഠിച്ച രീതിയിലും പറയാൻ പാടില്ല. അപ്പം അത് ആ ഒരു നാച്ചുറാലിറ്റി കൊണ്ടുവന്ന് നമ്മൾ പറയണം. എളുപ്പമാണോ ഡയലോഗ് ഒക്കെ പെട്ടെന്ന് പഠിക്കുന്ന ആളാണോ? ഇപ്പൊ യൂഷ്വലി നമുക്ക് ചെയ്യാറുള്ളതിലൊക്കെ ഇപ്പൊ സുമതി വളവിലൊക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു നമുക്ക് പഠിക്കാൻ. ഇപ്പോൾ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ അങ്കിളുടെ അടുത്ത് സംസാരിക്കുന്ന രീതി, അപ്പോൾ അത് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഡയലോഗ് പഠിക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മളൊരു റൺ ത്രൂ വെറുതെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇത്രയും വേഗം ചെയ്യാം, ഇത്രയും വേഗം. ഏറ്റവും കൂടുതൽ ഞാൻ ലെസ് നമ്പർ ഓഫ് ടേക്സിൽ തീർക്കാനാണ് നോക്കാറുള്ളത്.
സെലക്ട് ചെയ്യുന്നത് ഇപ്പം പടങ്ങളുടെ സെലക്ഷൻ ഉണ്ടല്ലോ. ഏത് രീതിയിൽ? അതായത് ഓരോ ഏജ് കൂടുകയാണ്, ക്ലാസ് ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഇത്ര കാലത്തിനിടയിൽ ഒരു സിനിമ ചെയ്യാമെന്നാണോ? അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകളുടെ എണ്ണത്തിൽ ഇത്ര എണ്ണം ചെയ്യാമെന്നാണോ? ആ, സെലക്ഷൻ എങ്ങനെയാ? ഇതെല്ലാം സെലക്ട് ചെയ്യുന്ന അച്ഛനാണ്. ഉം. പക്ഷെ എനിക്ക് കുറെ സ്ക്രിപ്റ്റ്സ് ഇപ്പോൾ എന്താണ് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നല്ല നല്ല മൂവീസ് കുറച്ചും കൂടെ നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. പിന്നെ നല്ല മൂവീസ് വരുമ്പോൾ നല്ല ക്യാരക്ടേഴ്സ്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് കുറച്ചും കൂടി നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് കൂടുതലും ഇപ്പോൾ സുമനോളവിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഏതെങ്കിലും സ്ക്രിപ്റ്റ് വരുമ്പോഴും ഓക്കെ ഇത് വേറൊരു രീതിയിലുള്ള മൂവിയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ചെയ്യാനുള്ളത്. അതിനിപ്പോൾ പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഒന്നും വെച്ചിട്ടില്ല, നമുക്ക് നോക്കാം. അഭിലാഷ് ഏട്ടൻ മാളികപ്പുറത്തിന്റെ ഡബിങ്ങിനിടെ കരഞ്ഞ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരച്ചിൽ നിർത്തുന്നേ ഉണ്ടായിരുന്നില്ല ദൈവം എന്ന് പറഞ്ഞു. അതുപോലെയുള്ള ഇമോഷണൽ സീനിലൊക്കെ അങ്ങ് ഇന്നായിട്ടേ പുറത്തേക്ക് കിടക്കാൻ കുറെ നേരം എടുക്കുമോ? പണ്ട് നമ്മള് ഇപ്പൊ എന്റെ ഓർമ്മയിൽ കുട്ടികളാകുമ്പോൾ നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വിഷമം എങ്ങനെ നിൽക്കും. അപ്പൊ അത് അഭിനയിക്കുമ്പോ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ ഒരു കൗതുകം. അഭിനയിക്കുമ്പോൾ ഇപ്പോൾ മാളികപ്പുറത്തിന് നമ്മൾ ആ ഒരു സെറ്റിൽ എനിക്കിപ്പോൾ കരയേണ്ട സീൻസ് വരുമ്പോൾ അത്രയും എല്ലാവരും ആ സെറ്റ് മുഴുവൻ ആ ഒരു ഫീലിലേക്ക് പോവുകയാണ്. അപ്പം എല്ലാവരും കഴിയുന്ന സീനാകുമ്പോൾ എല്ലാവരും അത് കോപ്പറേറ്റ് ചെയ്യും, നമ്മളെല്ലാവരും പിന്നെ ആ ഒരു മൂഡിൽ തന്നെ ഇരിക്കും. പക്ഷെ ഇപ്പോൾ സുമതി വളവൽ എന്ന് പറഞ്ഞാൽ അത്രയും ഇല്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഇത്രയും ഇമോഷൻ സീൻസ് ചെയ്ത് വരുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു. അപ്പം എനിക്ക് വേഗം മൂഡിലേക്ക് കയറാട്ട്. ഇപ്പോൾ യൂഷ്വലി ഞാൻ ചെയ്യാറുള്ള എന്തെങ്കിലും സാഡായിട്ട് മനസ്സിൽ വിചാരിക്കും, ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എത്രമാത്രം ഇൻപുട്ട് ചെയ്യും. ഇപ്പോൾ ക്രൈം ആണെങ്കിൽ നമുക്ക് വേറെ വേറെ രീതിയിലുണ്ട്. ചിലതിപ്പോൾ ഒരു കുഞ്ഞു വിഷമമായിരിക്കും, അപ്പോൾ നമ്മൾ പതുക്കെ കരയായിരിക്കും. ചിലപ്പോൾ അത്രയും ഇഷ്ടമുള്ള ഒരാൾ പോകുമ്പോൾ നമ്മൾ അത്ര എങ്ങനെ എടുക്കും, നമ്മളതിപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ അറിയുമ്പോൾ ഉള്ള കരച്ചിലാണോ അതോ അത് അറിഞ്ഞു കഴിഞ്ഞ് നമുക്ക് അത്രയും ഒരു സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള കരച്ചിലാണോ? അപ്പം നമ്മൾ ആലോചിക്കും ഓക്കെ ഇങ്ങനെയാണ് വരാറുള്ളത്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. സുമതി വളവിന് എനിക്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പമായിരുന്നു ചെയ്യാൻ. ഡബിങ്ങിലാണെങ്കിലും എനിക്ക് ആ ഒരു കരയാൻ ഒരു ഭയങ്കര എളുപ്പമായിരുന്നു. ആദ്യം ഞാൻ ആ സീൻ കണ്ടപ്പോൾ ഓക്കെ ഇങ്ങനെ കരയും. പക്ഷെ എനിക്ക് മൈക്ക് ഓണായി നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു ഫ്ലോയിന് അത് പോയി. അപ്പം അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. മാളികപ്പുറത്തിൻ്റെ ഓഡിഷൻ ആയിരുന്നു ഞാൻ കരഞ്ഞിട്ട് നിർത്താൻ പറ്റുന്നത്. കരഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് പിന്നെയും വെള്ളം വരുന്നു. ലാസ്റ്റ് ടിഷ്യൂ ഒക്കെ പോയി മേടിച്ച് ചെയ്യേണ്ടി വന്നു. ഇപ്പം അങ്ങനെയല്ലേ, ഇപ്പോൾ വേഗം കരച്ചിൽ നിർത്താം, ഒരു സീനിൽ വേറെ സീനിലേക്ക് അപ്പം തന്നെ മാറാം. അതൊക്കെ കുറച്ചും കൂടെ എളുപ്പമായി. ഇപ്പം ഈ പ്രായത്തിൽ നമുക്ക് സാരി കൊടുക്കാനുള്ള ഒരു കൊതിയൊക്കെ വന്നു തുടങ്ങും. ചേച്ചിമാരൊക്കെ എടുത്ത് കാണുന്ന ഡ്രസ്സുകൾ ഇന്ന് പിന്നെയും സാധിക്കുന്നുണ്ട്. എന്നാലും ഈ സാരി പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഇപ്പോഴും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ഇഷ്ടം വന്നു തുടങ്ങി. കുറച്ചുകൂടെ ഒരു നായികയൊക്കെ ആവുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാലോ, അങ്ങനെയൊക്കെ അലങ്ക ഒന്നും പ്രത്യേകിച്ചില്ല. ഇപ്പൊ സാരിയുടെ കാര്യം പറയാൻ എനിക്ക് ഷീമാട്ടിയുടെ ആഡ് ചെയ്തപ്പോ എനിക്ക് ബീനാപൂർ സാരി ആയിരുന്നു ചെയ്തതായിരുന്നു. അതില് മെയിൻ ഫോട്ടോസിലും വീഡിയോസിലും എല്ലാം ഒരു റെഡ് ബ്ലൗസ് ഒരു സാരിയായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് ആയിട്ട് സാരി ഉടുത്തൊരു സമയം. അതിലുള്ളതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭയങ്കര ഭംഗിയുള്ള ഫുൾ ഡ്രസ്സസ് ആയിരുന്നു. ഷീമാട്ടിയുടെ ആഡ് ചെയ്തതും ഭയങ്കര ആഗ്രഹിച്ച് ചെയ്തൊരു ആഡാണ്, ഭയങ്കര എൻജോയ് ചെയ്തൊരു ആഡാ. ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതൊക്കെ ഇടണം ഇന്നതൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഇല്ല. അതൊക്കെ വരുന്നത് കൊണ്ടുപോകാം. എപ്പോഴും നല്ല സുന്ദരിയായിട്ട് മേക്കപ്പ് ചെയ്ത് വരാറുണ്ട്. നല്ല സട്ടിലായിട്ടുള്ള മേക്കപ്പ് ഓരോ ഒക്കേഷൻ അനുസരിച്ച് ഇതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ താല്പര്യമാണോ? എപ്പോഴും കുറെ ടൈം അതിന് ഇരിക്കുകയോ വേണമല്ലോ. ഇപ്പം ഇപ്പോൾ ചിലതൊക്കെ ഇടയ്ക്കൊക്കെ ഇപ്പം വെറുതെ പുറത്ത് പോകുമ്പോൾ ചെയ്യാൻ ഇത്തിരി അറിയാം. അമ്മയാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഇപ്പം ഇന്ന് അമ്മയാണ് ചെയ്തത്. ഇന്ന് അമ്മ ചെയ്ത്. പിന്നെ പ്രൊഫഷണൽ ആണല്ലോ. പിന്നെ അച്ഛൻ ചെയ്യും. അച്ഛൻ ചെയ്യും. ചില പരിപാടിക്ക് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്തപ്പോ അച്ഛനെ മേക്കപ്പും ഹെയറും ചെയ്ത് തരാറുണ്ട്. ഇതൊക്കെ പഠിച്ചു. അമ്മ എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ എക്സ്പീരിയൻസിലൂടെ കുറെ പഠിച്ചു. പിന്നെ എൻ്റെ കുറെ മെയിൻ ഒക്കേഷൻസിലൊക്കെ ശ്രുതി എന്ന് പറഞ്ഞൊരു ചേച്ചി വന്നിട്ട്, ശ്രീഗ്രേസ് എന്ന് പറഞ്ഞൊരു ഇതിൽ ചേച്ചി വന്ന് ഒരുക്കും. പിന്നെ പല പല ആൾക്കാർ ചെയ്യാറുണ്ട്. എന്നാലും ഇപ്പോൾ കൂടുതലും ഇങ്ങനെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രാംസിനൊക്കെ അമ്മ ചെയ്യും. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ
ട്രെയിലർ ലോഞ്ച്, സിനിമയുടെ ഫസ്റ്റ് ഡേ, അതൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കും. പൊതുവേ കുട്ടികൾ മേക്കപ്പ് കുറച്ചേ ഇടാൻ പാടൂ എന്നൊക്കെ പറയും. അപ്പൊ അവരേജ് കഴിഞ്ഞ് വരുന്നു, എന്നാലും അപ്പൊ സെലക്ട് ചെയ്യേണ്ടത് ഒക്കെ നോക്കണമല്ലോ. കോസ്മെറ്റിക്സ് നല്ല ബ്രാൻഡുകൾ നോക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഏജിന് പറ്റിയത് നോക്കണം, സ്കിൻ കെയർ അതുപോലെ തന്നെ കൊണ്ടുപോകണം. അപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഡേർട്ടാവും, ഓടിക്കളിക്കും അല്ലേ, അങ്ങനെ വെയിലാവും ഒക്കെ ചെയ്യും. എന്താ അപ്പൊ ഇതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യുക, സ്കിൻ കെയറും പ്രൊഡക്ട്സിന്റെ കാര്യമൊക്കെ? അങ്ങനെ അത്രയധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറില്ല, കാരണം കൂടുതലും സ്കിന്നിന് അത്രയും ഡാമേജ് വരട്ടാന്ന് വെച്ചാൽ അതും ഈ അങ്ങനെ നമുക്ക് ഇട്ടണ്ട അല്ലെങ്കിൽ നന്നായിട്ട് പോകേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ മേക്കപ്പ് യൂസ് ചെയ്യാറുള്ളൂ. പറ്റുമ്പോൾ മേക്കപ്പ് അവോയ്ഡ് ചെയ്യാനാണ് നോക്കാറുള്ളത്. പിന്നെ അത്ര ഭയങ്കര സ്കിൻ കെയർ ഇല്ല, ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ. ഭയങ്കരമായിട്ട് ഇപ്പൊ ഇത് വേണം അങ്ങനെയൊന്നുമില്ല. ലിപ് ബാം, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, അങ്ങനെ എത്തി. പിന്നെ വേണ്ടതൊക്കെ അച്ഛനും അമ്മയും മേടിച്ചു. ഇപ്പൊ ഒരു നമ്മ ആയിരിക്കും പറയുന്നത്, ദേവു നമുക്ക് ഇന്നത് മേടിക്കാം, ഓക്കെ അമ്മ എന്ത് പറഞ്ഞു, ചെയ്യാം, കുഴപ്പമില്ല. പുതിയ ഒരാളും കൂടെ വീട്ടിൽ കുറച്ച് നാളായിട്ടുണ്ട്, കൊക്കോ. അതെ, പൂഡിൽ ആണ്, ടോയ് പൂഡിലാണ്, ഒരു സുന്ദരി കുട്ടി. അല്ലെങ്കിൽ സാധാരണ എല്ലാവരും പെറ്റ്സിനെ വാങ്ങുന്നത് സമയം കുറച്ചുകൂടെ ഉണ്ടാവുമ്പോഴും സ്പെൻഡ് ചെയ്യാനും ഒക്കെയാണ്. ദേവുവിന് സമയമേ ഇല്ല. ഇതിന്റെ അകത്ത് എങ്ങനെയാ കൊക്കോനെയും കൂടെ മാനേജ് ചെയ്യുന്നത്? അങ്ങനെ സത്യത്തിൽ എനിക്ക് പട്ടിക്കുട്ടികളെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ നെയ്യം പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി. എനിക്ക് പട്ടിക്കുട്ടി വേണമെന്ന് ഭയങ്കര ഒരു ഇതായപ്പോ ഞാൻ പറഞ്ഞു പട്ടിക്കുട്ടി വേണം, മേടിക്കാം. അച്ഛനെ പറഞ്ഞു നമ്മളെങ്ങനെ നോക്കും, ഒന്നാമത് ട്രാവലിംഗ് ആണ്, വീട്ടില് ഇപ്പൊ എല്ലാരും ഉണ്ടാകണമെന്നില്ല. അപ്പൊ അത് നമ്മളിപ്പോ ഒരു പട്ടിക്കുട്ടീനെ മേടിച്ചാലും അവർക്ക് അത് സങ്കടാവും. അതെ അതെ. പക്ഷെ കോക്കോനെ നമുക്ക് കിട്ടിയത് കോക്കോന്റെ ഓണേഴ്സിന്, കോക്കോന്റെ അമ്മയുടെ ഓണേഴ്സിന് ഒരു ഹോസ്പിറ്റൽ ഇനാഗ്രേറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അറിഞ്ഞത് അവർക്കൊരു പട്ടിക്കുട്ടീണ്ട്. അപ്പൊ അതിൽ കുഞ്ഞുണ്ടാകുമ്പോ തരാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഗിഫ്റ്റ് ആയിട്ട് വന്ന് തന്നെ. ആദ്യം വേണോന്നൊക്കെ അച്ഛനമ്മയും വിചാരിച്ചു, പക്ഷെ പിന്നെ എടുത്തപ്പോ ഭയങ്കര കമ്പനിയായി. കോക്കോ ഇപ്പൊ ഒരു ഫാമിലി മെമ്പർ ആണ് ഞങ്ങളുടെ വീട്ടില്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ കോക്കോക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ, അവൾക്ക് വണ്ടി കയറി വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വീട്ടിലവള് കൂടുതൽ അമ്മൂമ്മയുടെ കൂടെ ഉള്ളത്. പക്ഷെ ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആക്കാൻ വരും, തിരിച്ചു വരുമ്പോ അവിടെ കാത്തുണ്ടാവും. ഗേറ്റ് തുറക്കുമ്പോഴേ അവൾക്ക് അറിയാം, ശബ്ദം കേൾക്കുമ്പോ അറിയാം, ഓരോ വണ്ടി അവൾക്ക് അറിയാം. അപ്പൊ അവള് കൃത്യം മുന്നിൽ നിൽക്കും. ആദ്യമൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഓടുമായിരുന്നു, ഇപ്പൊ അവള് കൃത്യം വരാൻ്റെ അവിടെ പോയി നിൽക്കും. ഡോറൊക്കെ തുറക്കുമ്പോ ഓടിച്ചാടി വരും. സാധാരണ പട്ടികളോ പൂച്ചകളോ ഒക്കെ വീട്ടിലേക്ക് വരുമ്പോ അവിടുത്തെ ഒരു എൻവയോൺമെന്റ് തന്നെ മാറും എന്ന് പറയും. എങ്ങനെയാ വീട് മാറി കൊക്കോ വന്നപ്പോ? കുറച്ചും കൂടെ ഒരു എന്താണ് വൈബ്രന്റ് ആയി. മറ്റേത് ഞാൻ അച്ഛൻ അമ്മ അങ്ങനെ പോകുന്നു, എനിക്ക് വേറെ ആരും അങ്ങനെ കളിക്കാനില്ല. ഇപ്പോ നീവേഴ്സ് ആണെങ്കിലും അത്രയും എന്റെ പ്രായത്തിലുള്ള ആരും അങ്ങനെ ഇല്ല. അപ്പോ കോക്കോ വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു കുഞ്ഞുമാവിനെ കിട്ടിയത് പോലായിരുന്നു. കാരണം ഇപ്പൊ കെയർ ചെയ്ത് നടക്കാനാണെങ്കിലും ഭയങ്കര കുസൃതിയാ. അപ്പൊ കുസൃതി കാണിച്ച് കളിക്കാനാണെങ്കിലും ഒരു കമ്പാനിയനായി. അതുപോലെ തന്നെ അവളുടെ മിക്ക കാര്യങ്ങളും ഞാൻ നോക്കാറുണ്ട്. ഇപ്പൊ അവൾക്ക് ഏത് ട്രീറ്റ്സ് കൊടുക്കണം, ഏതൊക്കെ സാധനങ്ങൾ, ഇപ്പൊ അവളുടെ കോമ്പാണെങ്കിലും സ്പ്രേ ആണെങ്കിലും, പിന്നെ അവളുടെ അവൾക്ക് ഡ്രസ്സസ് ഒക്കെ ഉണ്ട്, ലെഹങ്കീസ്. നമ്മളീ പറഞ്ഞൊക്കെ കൂടുതൽ കൊക്കോ ഒക്കെയാണ്. കോക്കോയ്ക്കാണ് ഞാൻ മറ്റേ എല്ലാം സ്പെസിഫിക് ആയിട്ട് പോയി നോക്കും. ഓക്കെ ഇന്ന ട്രീറ്റ് കൊടുത്താൽ അടുത്ത തവണ ഈ ട്രീറ്റ് കൊടുക്കാം, അതൊക്കെ ഞാൻ നോക്കാറുണ്ട്. പിന്നെ കോക്കോനെ ഇങ്ങനെ പുന്നാരിച്ച് കൊണ്ടുപോകും. ഇനി ഏതൊക്കെയാ വരാനിരിക്കുന്ന സിനിമകള്, സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുന്നുണ്ടോ, അതോ സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോ കുറച്ച് കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുമുണ്ട്. അതൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. അതിപ്പോ നല്ല മൂവീസ് കിട്ടുമ്പോ അത് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മള് സെലക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ സുമതിവളവിലാണ് ഫുൾ ഫോക്കസ് ഉള്ളത്. അപ്പൊ ഞങ്ങൾ അടുത്ത പടത്തിനും വെയിറ്റിംഗ് ആണ്. സുമതിവളവ് കുറച്ചുകൂടെ കൂടുതൽ സക്സസ് ആവട്ടെ. താങ്ക് യു സോ മച്ച്.